കാരണം അവർ സ്കൂളിൽ പഠിക്കുന്നവരും പല ജോലി ചെയ്യുന്നവരുമാണ്. അവരെ ഇടയ്ക്ക് വേണ്ടി വിളിക്കുന്നവരാണ്. കാരണം ഇസ്രായേലിൽ എല്ലാവരും ട്രെയിനിങ് കിട്ടിയതാണല്ലോ. അതല്ലാതെ IDF എന്ന് പറയുന്നവർ വർദ്ധിത വീര്യത്തോടെ യുദ്ധത്തിലാണ്. യുദ്ധത്തിൻ്റെ നടുക്ക് ഗാസയിലേക്ക് നെതന്യാഹു എത്തിയിരിക്കുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഗാസയിൽ വന്ന് പട്ടാളക്കാരെ കണ്ട് അവരോട് നേരിട്ട് സംസാരിക്കുകയാണ് നെതന്യാഹു. ആ സമയത്ത് നെതന്യാഹു നിൽക്കുന്ന ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ മുകളിലൂടെ ആകാശത്തോട് ഡ്രോണുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു, സുരക്ഷ ഒരുക്കാൻ വേണ്ടി എന്നൊക്കെ. ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ഏതായാലും യുദ്ധഭൂമിയിൽ ശത്രു രാജ്യമാണ് ഗസ. അവിടെ നേരിട്ട് ഇസ്രയേലിൻ്റെ പരമോന്നത നേതാവ് എത്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു ആവേശം സൈനികർക്കുണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് നടന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫിലാഡൽഫിയ ഇടനാഴിക്ക് പാരലായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശം പിടിച്ചെടുത്തു, മോർഗ് എന്ന് പറയുന്ന പ്രദേശം. ഇക്കാലം അത്രയും ഒരിക്കലും ഇസ്രായേൽ സേന അങ്ങോട്ട് പോയിട്ടില്ലാത്ത അത് പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കി. പിന്നെന്താണ്, സോളമൻ തടാകം, പോണ്ട് ഓഫ് സോളമൻ്റെ പോണ്ടുകൾ തുറന്നു കൊടുത്തു. ഇന്നലെ ടെമ്പിൾ മൗണ്ട്, മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശിക്കാനും ആരാധന നടത്താനും ഇതുവരെ അനുമതി കൊടുത്തിരുന്ന ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും ഏറ്റവും പവിത്ര സ്ഥലമായിരുന്ന ടെമ്പിൾ മൗണ്ട് ജൂതന്മാർക്ക് തുറന്നു കൊടുത്തു. 180 പേരെ ഇതിലെ കയറ്റി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.